ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിനകത്ത് പോവാം. നമുക്ക് ഫൈനൽ എപ്പിസോഡ് ഞാൻ പറയാം. PTS മെമ്പർ എല്ലാവരും ഒരു ബിസിനസ് മാൻ, കമ്പനി, കോളേജ് ഏതൊന്നും ബിസിനസ്സായി, ടൂറിസ്റ്റ് പ്ലേസായി. അങ്ങനെ PTS മെമ്പർ എല്ലാം ഇവിടെ ഫേമസ് ആയി. ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് ആണ് PTS മെമ്പർ. അങ്ങനെ ഒരു പ്ലേസ് നന്നായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെ, എല്ലാവരും ഓരോന്ന് ബിസിനസ്, എല്ലാവരും ട്രെയിനിങ് നന്നായി കൊടുത്തു. അങ്ങനെ ഫേമസ് ബിസിനസ് മാനായി, ടോപ്പ് നമ്പർ 1 ബിസിനസ് മാനായി PTS മെമ്പർ ഇന്ത്യയിൽ. അങ്ങനെ ഓരോന്ന് ഞാൻ ചോദിച്ചു തുടങ്ങി. ന്യൂസ് റിപ്പോർട്ടർ വന്ന് ഇൻട്രോ ചോദിച്ചു. സാർ നിങ്ങളിവിടെ ഇന്ത്യയിൽ സാർ ഈ പ്ലേസിൽ എന്താ സാർ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്? അങ്ങനെ ഒരു ഗേൾ ചോദിച്ചു. ആരാൻ പറയാൻ തുടങ്ങി. അതെ, ഈ പ്ലേസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ ജനങ്ങൾക്ക് നിറയെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് സിറ്റിയും കുറച്ച് ഗ്രാമമതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കുറച്ച് പ്ലേസിൽ ഞാൻ കുറച്ച് മാറ്റി പറ്റി. അതുമാത്രമല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ്. അതെ, ആരാ പറഞ്ഞു? ഇതോ കോളേജ്. ഇവിടെ കുറച്ച് കോളേജ് പറഞ്ഞാൽ നിറയെ കുട്ടികൾ പഠിക്കാം. അതെ, കോളേജ് പഠിക്കാം. അന്ന് കുട്ടികൾ ഫെസൈൽ ക്ലാസ്സാണ് ഈ കോളേജ്. ഇത് മാത്രമല്ല, ഈ കോളേജിൽ റൺ ചെയ്യുന്നത് ഒരെണ്ണുണ്ടാകും. അതെ, ഞങ്ങൾ ചർച്ച ഇത് മാത്രമേ ഉള്ളത്. ഇവരോടും ബിസിനസ് ചെയ്യാം. ഇവിടെ കൃഷി നിറയെ കാരണങ്ങൾ ഉണ്ടാകും പഠിക്കാൻ. കൃഷി, ഫുഡ്, പിന്നെ ഇവിടെ ചെക്കപ്പ് ഉണ്ട്. അത് എങ്ങനെയാണ് ഉള്ളത്, നല്ലതാ കെട്ടതാ എന്ന് ചെക്ക് ചെയ്ത് എല്ലാ ഫുഡ് ഫാക്ടറിയാണ്. ഇതിൽ നിറയെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ഷോപ്പിംഗ് സിറ്റി സെൻറ്റർ. ഇവിടെ പച്ചക്കറി എന്ത് സാധനങ്ങളുണ്ട്. ഷോപ്പിംഗ് ഇവിടെ ടൂറിസ്റ്റ് നിങ്ങൾക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ എല്ലാം നിറയെ ഉണ്ട്. അങ്ങനെ PTS മെമ്പർ പറയാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ നിങ്ങൾ ഫേമസ് ആയിരുന്നു. അങ്ങനെ PTS മെമ്പർ, അതെ, ഇവിടെ നമ്മളൊരു കമ്പനി ഉണ്ട്, K-pop കമ്പനി. അതെ, PTS മെമ്പർ ഇവിടെ അഡൽട്ട്സ് ആവാൻ വേണ്ടി ഇൻ്റർവ്യൂ ഒരു ജോബ് എഴുതുന്നത് എല്ലാവർക്കും ഉണ്ടാകും. ചിലവർക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. അതിനായിട്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികൾ പഠിക്കാൻ, അതെ, ഡാൻസ് K-pop അഡലാണ് ആഗ്രഹിക്കുന്ന ട്രെയിനിങ്ങൊക്കെ കുട്ടികൾ വന്നു. അങ്ങനെ 6 ജൂൺ എല്ലാ കുട്ടികളും ഓരോ 4 കുട്ടികളെ സെലക്ട് ചെയ്തു. പിന്നെ അവർക്ക് ട്രെയിനിങ് പഠിപ്പിക്കാൻ തുടങ്ങി. വെയിറ്റും അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൽ പറഞ്ഞ് ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ കുട്ടികളിൽ K-pop ഐഡൽസ് കുട്ടികൾ അങ്ങനെ സെലക്ടായിരുന്നു. അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. J-Hope അങ്ങനെ PTS 7 അങ്ങനെ ട്രെയിനിങ് കൊടുത്തു. പിന്നെ അവർക്ക് ഫസ്റ്റ് സോങ് അങ്ങനെ ഷൂട്ടിങ് വീഡിയോസ് എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് സോങ് ഫേമസ് ആയിരുന്നു. ആ കുട്ടികളെ അങ്ങനെ ഫേമസ് ആയി ഇന്ത്യയിലും. അങ്ങനെ ഓരോന്ന് കുട്ടികൾ ഫേമസ് ആവാൻ തുടങ്ങി. ഇന്ത്യയിൽ അവരാണ് K-pop ഐഡൽസ്. അങ്ങനെ PTS മെമ്പർ അങ്ങനെ ഓരോന്ന് ഷൂട്ടിങ് അങ്ങനെ ഓരോന്ന് ഫേമസ് ആവാൻ തുടങ്ങി. PTS മെമ്പർ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിൽ ഒരു ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ വെച്ച് ഷൂട്ടിങ് മൂവി എടുക്കാറുണ്ടോ? മൂവി സാർ അങ്ങനെ കുറേ അങ്ങനെ PTS മെമ്പർ പല അങ്ങനെ വോയിസ് ഡബിങ്സ് ചെയ്തു തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ മൂവിയിൽ ആക്ടിങ് ചെയ്തു. നല്ല ഫേമസ് ആയ മൂവി 5 മൂവി. അതെ, 5 പടം നല്ല ബക്സറായി മൂവി. പിന്നെ ഓരോ മലയാളം മൂവിയിൽ നന്നായിട്ട് ആക്ടിങ് ചെയ്തു. അതെ, അവർ പറഞ്ഞു ഞങ്ങളുടെ വൈഫിനെ കൂടെ നമ്മൾ ആക്ടിങ് ചെയ്യും, വേറെ ആരും കൂടെ ഞങ്ങൾ ആക്ടിങ് ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ ഗേൾസ് അങ്ങനെ ഹീറോയും കൂടെ നന്നായി ഡ്രാമ 5 മൂവിയിൽ ഭയങ്കര ഫേമസ് ആയി. പല ഭാഷകൾ മൂവിയിലെല്ലാം അവരിപ്പോൾ ടോപ്പ്. എല്ലാ ലാംഗ്വേജ് ഭാഷയിൽ അവർ നന്നായിട്ട് ആക്ടിങ് ചെയ്തു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇതര ഭാഷകൾ നല്ല അയച്ചു. പിന്നെ അവർ കൊറിയൻ ഡ്രാമയിലും ആക്ട് ചെയ്തു. വൈഫിനെ കൂടെ മാത്രമാണ് ആക്ടിങ് ചെയ്യൂ, വേറെ ആരും കൂടെ ആക്ടിങ് ചെയ്യില്ല പറഞ്ഞു. അങ്ങനെ ഓരോന്ന് ലാംഗ്വേജും എങ്ങനെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി. അങ്ങനെ PTS മെമ്പർ അവർ കൊറിയയൊക്കെ പോയി. കൊറിയയിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്ന് വലുതായി. അങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങി കുട്ടികൾ. അതെ, സ്കൂൾ പറഞ്ഞ് ഇപ്പോൾ 10th 10th പഠിക്കാം. ഡാഡാ എന്താ പറ്റി? ഡാഡാ ഞങ്ങളിപ്പോൾ 10th പഠിക്കാം. ശരി 10th പഠിക്കുക. ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോയി. ഇപ്പോൾ കുട്ടികൾക്ക് അതെ ഏജായി. ഇപ്പോൾ കുട്ടികൾ ഭയങ്കര ഓരോന്ന് കുട്ടികൾ വളർന്ന വലുതായി. അവർ കല്യാണം പ്രായം എല്ലാവർക്കും വയസ്സായി. അപ്പോൾ ആയമായി 47. അങ്ങനെ PTS മെമ്പേഴ്സും അങ്ങനെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ പാർട്ടിയായി പോയി. ഹീറോയി പാർട്ടിയായി. മുത്തശ്ശി നിങ്ങളുടെ അവസ്ഥ ഒരു സൂപ്പർ മുത്തശ്ശൻ്റെ കഥ. അതേ കുട്ടികളെ അങ്ങനെ ഹീറോയും മുത്തശ്ശിയായി മാറി. എല്ലാവരും പറയുന്നത് ഒരു ഫോട്ടോ കണ്ടു സാഡായിരുന്നു.
കണ്ടിട്ട് ഞാൻ നിങ്ങൾ മുട്ട വരും. അങ്ങനെ ഇട്ട് പീറ്റേഴ്സും വെറുപോടും ഒക്കെ കരഞ്ഞ് പറയാൻ തുടങ്ങി. അതേ മുത്തശ്ശി, നിങ്ങളുടെ സ്റ്റോറി സൂപ്പർ അങ്ങനെയായിട്ട് പറയുമായിരുന്നു. അങ്ങനെ കുട്ടികൾ അങ്ങനെ ഡേയ്സ് കയറുന്നത് പോയി. അങ്ങനെ അവരും അതെ ആ മുത്തശ്ശി മറന്നപ്പെട്ടു. അങ്ങനെ കുട്ടികളെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ അവർ ലവ് സ്റ്റോറി ബുക്ക് റിലീസ് ചെയ്തു. അതെ മുത്തശ്ശിനെ ആ കഥ കേട്ട കുട്ടി അത് കഥ എഴുതി റിലീസ് ചെയ്തു.